Hi everyone, today I'm take my seminar topic on debt instruments available in the corporate debt market. Corporate debt markeറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെ? ഫസ്റ്റ് വൺ നോൺ കൺവേർട്ടിബിൾ ഡിബഞ്ചേഴ്സ് ആൻഡ് ദെൻ പാർട്ടിലി കൺവേർട്ടിബിൾ ഡിബഞ്ചേഴ്സ് ഓർ ഫുള്ളി കൺവേർട്ടിബിൾ ഡിബഞ്ചേഴ്സ് ആൻഡ് സെക്യൂർഡ് പ്രീമിയം നോട്ട്സ് ആൻഡ് debentures with warrants and then deep discount bonds and last one PSU bonds or tax free bonds. ദെൻ ആൻഡ് ഡിസ്കസ് ഡെപ്ത് മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഏതൊക്കെ മാർക്കറ്റ് സെഗ്മെൻറ്റ്സ് ആണ്, ആ മാർക്കറ്റ് സെഗ്മെൻറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്, അതിന് വേണ്ടി ഇൻസ്ട്രുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് മാർക്കറ്റ് സെഗ്മെൻറ്റ്സ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണ്. അത് ഇഷ്യൂ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് കൂപ്പൺ ബിയറിംഗ് ബോണ്ട്സ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. അതിനുവേണ്ടി ഇൻസ്ട്രുമെൻറ്റ്സ് സീറോ കൂപ്പൺ ബോണ്ട്സ്, ട്രഷറി ബിൽസ്, സ്ട്രിപ്സ്, കൂപ്പൺ ബിയറിംഗ് ബോണ്ട്സ്, ഗവൺമെൻറ് ഗ്യാരണ്ടീഡ് ബോണ്ട്സ് ആൻഡ് ലാസ്റ്റ് വൺ ഡിബഞ്ചേഴ്സ്. ദെൻ പബ്ലിക് സെക്ടർ ബോണ്ട്സ് ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെൻറ് ഏജൻസീസ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്, പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ പേപ്പർ ഇൻസ്ട്രുമെൻറ്റ്സ് PSU ബോണ്ട്സ് ആൻഡ് ഡിബഞ്ചേഴ്സ്. ആൻഡ് ദെൻ പ്രൈവറ്റ് സെക്ടർ ബോണ്ട്സ് ഇഷ്യൂ ചെയ്യുന്നത് കോർപ്പറേറ്റ്സ് ആണ്. അതിനുവേണ്ടി ഇൻസ്ട്രുമെൻറ്റ്സ് ഡിബഞ്ചേഴ്സ്, ബോണ്ട്സ്, കൊമേഴ്ഷ്യൽ പേപ്പർ, ഫ്ലോട്ടിംഗ് റൈറ്റ്സ് ബോണ്ട്സ്, സീറോ കൂപ്പൺ ബോണ്ട്സ്, ഇൻ്റർ കോർപ്പറേറ്റ് ഡെപ്പോസിറ്റ്സ്. ആൻഡ് ദെൻ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് ബാങ്ക്സ് ആണ്. അതിനുവേണ്ടി ഇൻസ്ട്രുമെൻറ്റ്സ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് ആണ്. ദെൻ ലാസ്റ്റ് വൺ ബോണ്ട്സ് ഇഷ്യൂ ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതിനുവേണ്ടി ഇൻസ്ട്രുമെൻറ്റ്സ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ആണ്. ദെൻ ഡിസ്കസ് സീറോ കൂപ്പൺ ബോണ്ട്സ്. സീറോ കൂപ്പൺ ബോണ്ട്സ് ഓൾസോ കോൾഡ് ഡീപ് ഡിസ്കൗണ്ട്സ് ബോണ്ട്സ്. The government has permitted scheduled banks including state-owned ones to issue zero coupon bonds to meet long-term capital requirement. അതായത് സീറോ കൂപ്പൺ ബോണ്ട്സ് കോമൺലി നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് ലോങ് ടേം ക്യാപിറ്റൽ റിക്വയർമെൻ്റ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗവൺമെൻറ് കുറച്ച് ഷെഡ്യൂൾഡ് ബാങ്ക്സിനാണ് ഇത് പെർമിറ്റ് ചെയ്തത്. എന്തിനു വേണ്ടിയിട്ട്? സീറോ കൂപ്പൺസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് സ്റ്റേറ്റ് ഓൺഡ് ആയിട്ടുള്ള ഏതൊരു ബാങ്കും, സ്റ്റേറ്റ് ഓൺ ചെയ്യുന്ന ഏതൊരു ബാങ്കിനും സീറോ കൂപ്പൺ ബോണ്ട്സ് ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇറ്റ് ഈസ് ബോട്ട് അറ്റ് എ പ്രൈസ് ബിലോ ഫേസ് വാല്യൂ. ഇതൊന്ന് വാങ്ങുന്ന പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് ഫേസ് വാല്യൂവിനേക്കാൾ കുറഞ്ഞ പ്രൈസ് വാങ്ങാൻ കഴിയും. ഇറ്റ് ആർ സിമിലർ ടു ക്യുമുലേറ്റീവ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഓഫ് ബാങ്ക്സ്. ബാങ്ക്സിൻ്റെ ക്യുമുലേറ്റീവ് ഫിക്സഡ് ഡെപ്പോസിറ്റുമായിട്ട് ഇത് സിമിലർ ആണ്. വെൻ ദി ബോണ്ട്സ് റീച്ചസ് മെച്യൂരിറ്റി ദി ഇൻവെസ്റ്റർ റിസീവ്സ് ഇറ്റ്സ് ഫേസ് വാല്യൂ. ഇറ്റ് ഡസ് നോട്ട് മേക്ക് പീരിയോഡിക് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ്. ഇറ്റ് മേ ബി ലോങ് ഓർ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. Long-term zero coupon bonds maturity days typically start at 10 to 50 years. Long-term zero coupon bonds maturity or sold in the secondary bond market. ബോണ്ടുകളുടെ മെച്യൂരിറ്റി പൂർത്തിയാകുമ്പോൾ ഇൻവെസ്റ്റേഴ്സിന് അതിൻ്റെ ഫേസ് വാല്യൂ ലഭിക്കുന്നുണ്ട്. ഇത് പീരിയോഡിക് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് ഒന്നും മേക്ക് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇതെന്ന് പറയുന്നത് സീറോ കൂപ്പൺ ബോണ്ട്സ് ഷോർട്ട് ടേം അല്ലെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ആവാം. ലോങ് ടേം സീറോ കൂപ്പൺ ബോണ്ടിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 10 to 50 years വരെ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലോങ് ടേം സീറോ കൂപ്പൺ ബോണ്ടുകളുടെ കാലാവധി മെച്യൂരിറ്റി പൂർത്തിയാകുകയോ അല്ലെങ്കിൽ സെക്കൻഡറി ബോണ്ട് മാർക്കറ്റുകളിൽ വിൽക്കുകയോ ചെയ്യാം. ഇതാണ് സീറോ കൂപ്പൺ ബോണ്ട്സ് എന്ന് പറയുന്നത്. സിംപ്ലി ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ ലോങ് ടേം ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഗവൺമെൻറ് കുറച്ച് ഷെഡ്യൂൾഡ് ബാങ്കിനെ പെർമിറ്റ് ചെയ്യുന്നുണ്ട്. അവർ ഇഷ്യൂ ചെയ്യുന്ന ഒരു ബോണ്ടാണ് സീറോ കൂപ്പൺ ബോണ്ട്. ഇതിലുണ്ടാകുന്ന പ്രൈസ് വാങ്ങുന്നത് ഫേസ് വാല്യൂവിനേക്കാൾ കുറവായിരിക്കും. പിന്നെ ഇത് ലോങ് ടേം ഉണ്ട്, ഷോർട്ട് ടേം ഉണ്ട്. ദെൻ ഫ്ലോട്ടിംഗ് റൈറ്റ്സ് നോട്ട്സ് അല്ലെങ്കിൽ FRNs. It is a debt obligation similar to bonds wherein one person borrows money from an investor for his business purposes and pays a periodic interest, with a slight difference being the fact that the interest paid out is not fixed. It is a bonds that have a variable coupon equal to a money market reference rate. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തി തൻ്റെ ബിസിനസ് ആവശ്യങ്ങൾക്കായി ഒരു ഇൻവെസ്റ്ററുടെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങുകയും അതിനോടൊപ്പം തന്നെ അയാൾ പീരിയോഡിക് ഇൻട്രസ്റ്റ് പേ ചെയ്യുകയും ചെയ്യുന്ന ബോണ്ട്സ് പോലെയൊക്കെയുള്ള ഒരു ഡെപ്റ്റ് ഒബ്ലിഗേഷനാണ് ഫ്ലോട്ടിംഗ് റൈറ്റ് നോട്ട്സ്. സിംപ്ലി ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു പേഴ്സൺ മണി ബോറോ ചെയ്യുന്നത് അയാളുടെ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതിനോടൊപ്പം തന്നെ അയാൾ പീരിയോഡിക് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നുണ്ട്.
പിന്നെ പറയുന്നത് മണി മാർക്കറ്റ് റെഫറൻസ് റൈറ്റിന് ഈക്വൽ ആയിട്ടുള്ള വാരിയബിൾ കൂപ്പൺ ഉള്ള ബോണ്ടുകളാണ് ഫ്ലോട്ടിംഗ് റൈറ്റ്സ് നോട്ട്സ്. Then government dated securities. It is tradable instruments issued by the സെൻട്രൽ ഗവൺമെൻറ് ഓർ ദി സ്റ്റേറ്റ് ഗവൺമെൻറ്. ഇതൊരു ട്രേഡബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇഷ്യൂ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. ഇറ്റ് അക്നോളജ് ദി ഗവൺമെൻറ്റ്സ് ഡെപ്റ്റ് ഒബ്ലിഗേഷൻസ്. സച്ച് സെക്യൂരിറ്റീസ് ആർ ഷോർട്ട് ടേം ഓർ ലോങ് ടേം. In India, the central government issues both treasury bill and bonds or dated securities, while the state government issue only bonds or dated securities, which are called state development loans. ഇന്ത്യൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ട്രഷറി ബിൽസും ബോൺസും ഡേറ്റഡ് സെക്യൂരിറ്റീസും ഒക്കെ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതായത് ട്രഷറി ബിൽസും അതിനോടൊപ്പം തന്നെ ബോൺസ് അല്ലെങ്കിൽ ഡേറ്റഡ് സെക്യൂരിറ്റീസും. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്നത് വെറും ബോൺസ് മാത്രമാണ്. ബോൺസ് അല്ലെങ്കിൽ ഡേറ്റഡ് സെക്യൂരിറ്റീസിന് മാത്രമാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്നത്. അതിനെയാണ് സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് ലോൺസ് അല്ലെങ്കിൽ SDLs എന്ന് പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഡെപ്റ്റ് ഒബ്ലിഗേഷൻസൊക്കെ ഗവൺമെൻറ് ഡേറ്റഡ് സെക്യൂരിറ്റീസ് അക്നോളജ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഷോർട്ട് ടേമും ലോങ് ടേമും ഉണ്ട്. ഷോർട്ട് ടേം എന്ന് പറയുന്നത് ട്രഷറി ബിൽസ് ഒക്കെയാണ്. അതിൻ്റെ ഒറിജിനൽ മെച്യൂരിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്, ലെസ് ദാൻ 1 year ആയിരിക്കും. ആൻഡ് ലോങ് ടേം എന്ന് പറയുന്നത് ഗവൺമെൻറ് ബോൺസ് അല്ലെങ്കിൽ ഡേറ്റഡ് സെക്യൂരിറ്റീസ് ഉണ്ടാവും. അതിൻ്റെ ഒറിജിനൽ മെച്യൂരിറ്റീസ് 1 year ഓർ മോർ ആയിരിക്കും. ദെൻ Intercorporate deposit or ICD. It is an unsecured loan extended by one corporate to another. This market allows corporate with surplus fund to lend to other corporates. The risk inherent is high and the risk premium is also built into the rights. The tenor ICD may range from 1 day to 1 year, but the most common tenor of borrowing is for 90 days. ഇത് ഒരു കോർപ്പറേറ്റ് മറ്റൊന്നിലേക്ക് നൽകുന്ന ഒരു അൺസെക്യൂർഡ് ലോണാണിത്. ഇതെന്ന് പറഞ്ഞാൽ സർപ്ലസ് ഫണ്ടുകളുള്ള കോർപ്പറേറ്റുകളെ ഈ മാർക്കറ്റ് മറ്റു കോർപ്പറേറ്റുകൾക്ക് ഫണ്ട് നൽകാൻ അനുവദിക്കുന്നു. റിസ്ക് ഇൻഹറൻറ്റ് വരുന്നത് ഹൈ ആയിരിക്കും. അതേപോലെ തന്നെ റിസ്ക് പ്രീമിയവും റേറ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടേണർ ഇൻ്റർ കോർപ്പറേറ്റ് ഡെപ്പോസിറ്റ്സ് 1 ദിവസം മുതൽ 1 വർഷം വരെ ആകാം. എന്നാൽ ഫണ്ട്സിൻ്റെ ഏറ്റവും നോർമൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത് 90 ഡേയ്സ് ആണ്. Then debentures is a debt instrument which is not backed by any specific security. Instead, the credit of the company issuing the same is underlying security. Corporate treasury use this as a tool to raise medium to long term funds. It is one of the capital market instruments which is used to raise medium or long term funds from public. A debenture is essentially a debt instrument that acknowledges a loan to the company and is executed under the common seal of the company. ഇതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പ്രത്യേക സ്പെസിഫിക് സെക്യൂരിറ്റി ഒന്നുമില്ലാത്ത ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റാണ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. പക്ഷേ അത് ഇഷ്യൂ ചെയ്യുന്ന കമ്പനിയുടെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഒരു സെക്യൂരിറ്റിയാണ്. പിന്നെ കോർപ്പറേറ്റ് ട്രഷറി മീഡിയം ടു ലോങ് ടേം ഫണ്ട്സൊക്കെ റൈസ് ചെയ്യുന്നതിനുള്ളൊരു ടൂളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പബ്ലിക്കിൽ നിന്ന് മീഡിയം അല്ലെങ്കിൽ ലോങ് ടേം ഫണ്ട് ശേഖരിക്കാൻ വേണ്ടി ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻസിൽ ഒന്നാണ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഒരു ഡിബഞ്ചർ എന്ന് പറയുന്നത് ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ആ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് കമ്പനിക്ക് വേണ്ടിയിട്ട് ലോൺ നൽകുകയും അതുപോലെ തന്നെ കമ്പനിയുടെ കോമൺ സീല് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒന്നാണ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഡിബഞ്ചർ എന്ന് പറയുന്നത് ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. പിന്നെ ഫീച്ചേഴ്സ് ഓഫ് ഡിബഞ്ചർ. ഫസ്റ്റ് വൺ, എ ഡിബഞ്ചർ അക്നോളജസ് എ ഡെപ്റ്റ്. ഒരു ഡിബഞ്ചർ എന്ന് പറയുന്നത് ഒരു ഡെപ്റ്റ് അക്നോളജ് ചെയ്യുന്നു. ദെൻ ഇറ്റ് യൂഷ്വലി ഷോസ് ദി എമൗണ്ട് ആൻഡ് ഡേറ്റ് ഓഫ് റീപേയ്മെൻറ്റ് ഓഫ് ദി ലോൺ.
ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോം ഓഫ് സർട്ടിഫിക്കറ്റ് ആണ്. അത് ഇഷ്യൂ ചെയ്യുന്നത് കമ്പനീൻ്റെ സീലിലായിരിക്കും. അതിനെയാണ് ഡിബഞ്ചർ ഡീഡ് എന്ന് പറയുന്നത്. ആ സർട്ടിഫിക്കറ്റിൽ അല്ലെങ്കിൽ എന്താണ് കമ്പനീൻ്റെ സീലിൽ കാണിക്കുന്നതിൽ ആ ലോണിൻ്റെ ലോൺ റീപേ ചെയ്യേണ്ട ഡേറ്റും അതേപോലെ തന്നെ എമൗണ്ടും ഷോ ചെയ്യുന്നു. ദെൻ ഇറ്റ് ഹാസ് എ റൈറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഡേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്. ഇതിൽ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിൻ്റെ ഡേറ്റും റേറ്റും ഉണ്ടാകും. ദെൻ ഇറ്റ് ക്യാൻ ബി സെക്യൂർഡ് എഗൈൻസ്റ്റ് ദി അസറ്റ് ഓഫ് ദി കമ്പനി ഓർ മേ ബി അൺസെക്യൂർഡ്. ഇത് കമ്പനിയുടെ അസറ്റിന് എഗൈൻസ്റ്റ് ആയിട്ട് സെക്യൂർഡ് ആകാം, അല്ലെങ്കിൽ ഇത് മേ ബി അൺസെക്യൂർഡ് ആയിരിക്കാം. ദെൻ ഇറ്റ് ഈസ് ജനറലി ഫ്രീലി ട്രാൻസ്ഫറബിൾ ബൈ ദി ഡിബഞ്ചർ ഹോൾഡർ. ഡിബഞ്ചർ ഹോൾഡർക്ക് ഇത് ഡിബഞ്ചർ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഫ്രീലി ട്രാൻസ്ഫറബിൾ ആയിരിക്കും. Then debenture holders have no rights to vote in the company's general meeting. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കമ്പനീൻ്റെ ജനറൽ മീറ്റിങ്ങിലൊന്നും വോട്ടിംഗ് റൈറ്റ് ഉണ്ടാവില്ല. ദെൻ ലാസ്റ്റ് വൺ, ദി ഇൻട്രസ്റ്റ് പെയ്ഡ് ടു ദം ഇസ് എ ചാർജ് അഗൈൻസ്റ്റ് പ്രോഫിറ്റ് ഇൻ ദി കമ്പനീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് നൽകുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കമ്പനീസിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റിന് എഗൈൻസ്റ്റ് ആയിട്ടുള്ള ചാർജാണ്. ഇത്രയാണ് ഫീച്ചേഴ്സ് ഓഫ് ഡിബഞ്ചർ. ദെൻ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ. ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് 3 രീതിയിലാണ്: അറ്റ് പാർ ആൻഡ് അറ്റ് ഡിസ്കൗണ്ട് ആൻഡ് ലാസ്റ്റ് വൺ അറ്റ് പ്രീമിയം. ഫസ്റ്റ്ലി ഐ എം ഡിസ്കസ് അറ്റ് പാർ. വെൻ ദി എമൗണ്ട് കളക്റ്റഡ് ഫോർ ഇറ്റ് ഈസ് ഈക്വൽ ടു ദി നോമിനൽ വാല്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. അതായത് നോമിനൽ വാല്യൂ ഓഫ് ഡിബഞ്ചറുമായിട്ട് ഈക്വലാണ് എന്ത് നമ്മൾ കളക്ട് ചെയ്യുന്ന എമൗണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ₹100 ഫോർ ₹100 ഈച്ച്. ഇതെന്ന് പറഞ്ഞാൽ ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചർ 100 ആണ്. അപ്പോൾ എന്താണ് ഇവിടെ നോമിനൽ വാല്യൂ 100 ആണ്. അപ്പോൾ നമ്മൾ കളക്ട് ചെയ്യുന്ന എമൗണ്ടും 100 ഈച്ച് ആണ്. അപ്പോൾ രണ്ടും ഇവിടെ ഈക്വൽ ആണ്. ദെൻ അറ്റ് ഡിസ്കൗണ്ട്. വെൻ ദി എമൗണ്ട് കളക്റ്റഡ് ഈസ് ലെസ് ദാൻ നോമിനൽ വാല്യൂ. അതായത് നോമിനൽ വാല്യൂവിനെക്കാട്ടും കുറവായിട്ടാണ് നമ്മൾ എമൗണ്ട് കളക്ട് ചെയ്യുന്നതെങ്കിൽ അത് ഡിസ്കൗണ്ട് ആണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഫോർ 95. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചർ നോമിനൽ വാല്യൂ പറയുന്നത് 100 ആണ്, നമ്മൾ കളക്ട് ചെയ്യുന്നത് 95 ആണ്. ഇതിൽ ബാലൻസ് 5 എന്ന് പറയുന്നതാണ് ഡിസ്കൗണ്ട്. പക്ഷേ നമ്മൾ ഡിസ്കൗണ്ട് ഓൺ ഡിബഞ്ചർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലോസ് ആണ്. ദെൻ ലാസ്റ്റ് വൺ അറ്റ് പ്രീമിയം. വെൻ പ്രൈസ് ചാർജ്ഡ് ഈസ് മോർ ദാൻ ഇറ്റ്സ് നോമിനൽ വാല്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സിൻ്റെ നോമിനൽ വാല്യൂവിനെക്കാട്ടും മോർ ദാൻ ആയിട്ടാണ് നമ്മൾ പ്രൈസ് കളക്ട് ചെയ്യുന്നതെങ്കിൽ അത് അറ്റ് പ്രീമിയം ആണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ഓഫ് ₹100 ഫോർ 120. ഇതെന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ₹20 എക്സസ് വരുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് അറ്റ് പ്രീമിയം റിസീവ്ഡ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻ ആണ്. കാരണം നമുക്കിവിടെ ഒരു ₹20 എക്സസ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇത് ക്യാപിറ്റൽ ഗെയിനും. ഡിസ്കൗണ്ട് പറയുന്നത് ₹5 നമുക്ക് ലോസ് സംഭവിച്ചിട്ടുണ്ട്, അത് ക്യാപിറ്റൽ ലോസും ആണ്. Then redemption of debentures. First one, redeemable at par. When debentures are to be redeemed at their face value. അതായത് ഡിബഞ്ചേഴ്സ് അതിൻ്റെ ഫേസ് വാല്യൂവിൽ റെഡീം ചെയ്യുകയാണെങ്കിൽ അത് റെഡീമബിൾ അറ്റ് പാർ ആണ്. ദെൻ റെഡീമബിൾ അറ്റ് എ പ്രീമിയം. വെൻ ഡിബഞ്ചേഴ്സ് ആർ ടു ബി redeemable at an amount higher than their face value. അതായത് ഡിബഞ്ചേഴ്സ് റെഡീം ചെയ്യുന്നത് അവരുടെ ഫേസ് വാല്യൂവിനേക്കാളും മുകളിലാണെങ്കിൽ അത് റെഡീമബിൾ അറ്റ് എ പ്രീമിയം ആണ്. റെഡീമബിൾ അറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് വെൻ ഡിബഞ്ചേഴ്സ് ആർ ടു ബി റെഡീംഡ് അറ്റ് ആൻ എമൗണ്ട് ലോവർ ദാൻ ദെയർ ഫേസ് വാല്യൂവിനേക്കാൾ കുറവാണ് നമ്മൾ റെഡീം ചെയ്യുന്നതെങ്കിൽ അത് ഡിസ്കൗണ്ട് ആണ്. ഫേസ് വാല്യൂവിൽ തന്നെ റെഡീം ചെയ്യുകയാണെങ്കിൽ അത് അറ്റ് പാറും, ഫേസ് വാല്യൂവിനെക്കാൾ ഹയർ ദാൻ ആണെങ്കിൽ അത് പ്രീമിയവും, ഫേസ് വാല്യൂവിനെക്കാൾ ലോവർ ദാൻ ആണെങ്കിൽ അത് ഡിസ്കൗണ്ടും ആണ്. ദെൻ ഡിസ്കസ് ചെയ്യുന്നതാണ് ഗ്രീൻ ഡെപ്റ്റ് സെക്യൂരിറ്റീസ്. ഗ്രീൻ ഡെപ്റ്റ് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു എൻവിറോൺമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന സെക്യൂരിറ്റീസ് ആയിരിക്കും. അതായത് എനർജി, ട്രാൻസ്പോർട്ടേഷൻ, വാട്ടർ, ക്ലൈമറ്റ്, വേസ്റ്റ്, ലാൻഡ്, അതൊക്കെ ആയിരിക്കും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവുക. ഇതിൽ കുറച്ച് കാറ്റഗറീസ് പറയുന്നുണ്ട്. ഫസ്റ്റ് വണ്ണാണ് റിന്യൂവബിൾ ആൻഡ് സസ്റ്റൈനബിൾ എനർജി. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് വൈൻഡ്, സോളാർ, ബയോ എനർജി,
അതൊക്കെ. പിന്നെ ക്ലീൻ ട്രാൻസ്പോർട്ടേഷൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് മാസ് ഓർ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ. പിന്നെ നെക്സ്റ്റ് സസ്റ്റൈനബിൾ വാട്ടർ മാനേജ്മെൻറ്റ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ക്ലീൻ ഓർ ഡ്രിങ്കിങ് വാട്ടർ സൈക്ലിംഗ് ഒക്കെയാണ്. പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷൻ, എനർജി എഫിഷ്യൻസി അതിൽ എഫിഷ്യൻ്റ് ആൻഡ് ഗ്രീൻ ബിൽഡിങ് വരുന്നുണ്ട്. പിന്നെ സസ്റ്റൈനബിൾ വേസ്റ്റ് മാനേജ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് റീസൈക്ലിംഗ്, വേസ്റ്റ് ടു എനർജി എഫിഷ്യൻറ്റ് ഡിസ്പോസൽ ഓഫ് വേസ്റ്റേജ് അതൊക്കെ. പിന്നെ സസ്റ്റൈനബിൾ ലാൻഡ് യൂസ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് സസ്റ്റൈനബിൾ ഫോറസ്ട്രി ആൻഡ് അഗ്രികൾച്ചർ ഒക്കെ. പിന്നെ ബയോഡൈവേഴ്സിറ്റി കോൺവെർസേഷൻ ആൻഡ് ലാസ്റ്റ് വൺ എനി അതർ കാറ്റഗറി ആസ് മേ ബി സ്പെസിഫൈഡ് ബൈ സെബി ഫ്രം ടൈം ടു ടൈം. ഓരോ ടൈം ആകുമ്പോൾ സെബി എന്തെങ്കിലും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കാറ്റഗറി സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഗ്രീൻ ഡെപ്ത് സെക്യൂരിറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്യും. ദെൻ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ദി ഡെപ്ത് മാർക്കറ്റ് ടു ദി എക്കണോമി. ഫസ്റ്റ് വൺ എഫിഷ്യൻറ്റ് മൊബിലൈസേഷൻ ആൻഡ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ഇൻ ദി എക്കണോമി. എക്കണോമിയിലെ റിസോഴ്സസ് എഫിഷ്യൻ്റായിട്ട് മൊബിലൈസും അലോക്കേഷനും ചെയ്യുന്നു. നെക്സ്റ്റ് ഫിനാൻസിങ് ദി ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഓഫ് ദി ഗവൺമെൻറ്. ഇതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള ഫിനാൻസൊക്കെ നൽകുന്നു, ധനസഹായമൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ട്രാൻസ്മിറ്റിംഗ് സിഗ്നൽസ് ഫോർ ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി മോണിറ്ററി പോളിസി. മോണിറ്ററി പോളിസീസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനുള്ള സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ലാസ്റ്റ് വണ്ണാണ് ഫെസിലിറ്റേറ്റിംഗ് ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ് ഇൻ ട്യൂൺ വിത്ത് ഓവറോൾ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഒബ്ജക്റ്റീവ്സ്. ഇതെന്ന് പറഞ്ഞാൽ ഓവറോൾ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഒബ്ജക്റ്റീവ്സിനുള്ള ലിക്വിഡിറ്റി മാനേജ്മെൻറ്റൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. ഇത്രയാണ് എൻ്റെ ടോപ്പിക്ക്. അപ്പോൾ താങ്ക് യു.